വന്യജീവി ആക്രമണം ജില്ലയിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാർ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് സർക്കാർ നിർദ്ദേശം നൽകണം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളിപ്പതാലിൽ കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ തകർന്ന സഹോദരങ്ങളുടെ വീടുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനം വകുപ്പിന്റെ ഗുരുതരമായ കൃത്യവിലോപത്തിലാണ് കാട്ടാന ആക്രമണം ചുരുളിപ്പതാൽ പ്രദേശത്ത് ഉണ്ടായത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ 10 വർഷം മുമ്പ് കൃഷിഭൂമിയിലേക്ക് ഇറക്കി വനംവകുപ്പ് ജെണ്ട സ്ഥാപിക്കുകയും കൃഷിപ്രദേശം വനമായി മാറുകയും അതിനോട് ചേർന്നുള്ള വീട് കാട്ടാന കഴിഞ്ഞ ദിവസം രാത്രി ആക്രമിക്കുകയുമാണ് ഉണ്ടായത്. 3 വർഷമായി സ്ഥിരമായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതായി വീട്ടുകാർ പറയുന്നു. 1982 മുതൽ താമസിച്ചു വരുന്നവരുടെ വീടുകളാണ് കാട്ടാന ആക്രമണത്തിൽ തകർന്നത്. കൃഷിദേഹങ്ങളും തകർത്തിട്ടുണ്ട്. സർക്കാർ പട്ടയം നൽകി ജനങ്ങൾ താമസിച്ചു വരുന്ന പ്രദേശത്താണ് വനംവകുപ്പിന്റെ അതിക്രമം ഉണ്ടായിട്ടുള്ളത്. വനംവകുപ്പ് ക്ഷണിച്ചു വരുത്തിയ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് CV വർഗീസ് പറഞ്ഞു. കുടിയേറ്റക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഏതാണ്ട് 70-72 കാലഘട്ടത്തോടു കൂടി കുടിയേറിയിട്ടുള്ളതും പട്ടയം ലഭിച്ചിട്ടുമായിട്ടുള്ള ഭൂമിയിലെ ഉടമകളാണിവർ. ഇവിടേക്ക് ആനയുടെ ശല്യം വരാനിടയായിട്ടുള്ളത് ഒന്ന്, വനം വകുപ്പിൻ്റെ കയ്യേറ്റമുണ്ട്. ജനവാസ കേന്ദ്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ ഇങ്ങോട്ട് ആളുകളെ ബോധപൂർവമായി ഇറക്കി വിടുകയും അതിൻ്റെ ഭാഗമായി ജണ്ടയിട്ട് കൂടുതൽ വനം വകുപ്പ് ഭൂമി കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആനയ്ക്ക് സ്വൈര്യവികാരം ഉണ്ടാക്കുക. അത് വനം വകുപ്പിൻ്റെ പുതിയ തന്ത്രമാണ്. ഭൂമി കൂടുതൽ കൈവശപ്പെടുത്തുക, വന്യമൃഗങ്ങളെ കയറ്റിവിടുക, എന്നിട്ട് ആളുകളെ ഇറക്കി വിടുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുക. ഇത് വളരെ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുമ്പോഴും വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന അസന്നിഗ്ധമായ തീരുമാനം ഗവൺമെൻറ്റുണ്ട്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ഗവൺമെൻറ് മുൻകൈ എടുത്ത് ജില്ലയിലെ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും യോഗം വിളിക്കണം, സർവകക്ഷി യോഗം വിളിക്കണം. വീടും കൃഷിയും നഷ്ടപ്പെട്ടവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം. വീട് വാസയോഗ്യമല്ലാതായ സാഹചര്യത്തിൽ ഇവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. അനുദിനം വന്യജീവി ആക്രമണം ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കാൻ സർവകക്ഷി യോഗം വിളിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെയും കർഷക സംഘടനകളുടെയും അഭിപ്രായം സ്വരൂപിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും CV വർഗീസ് പറഞ്ഞു. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ്, CPIM നേതാക്കളായ ET ദിലീപ്, CV മോഹൻദാസ്, വിജയകുമാർ, സന്ധ്യ രാജേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.